യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. പരിപൂർണമായ നിശബ്ദതയും നിങ്ങളെ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മധ്യ കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിലെ ഒരു ക്രിസ്മസ് രാവിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. പരിപാടി നല്ല പോത്തിറച്ചി പങ്ക് ചേർന്നിട്ടുണ്ട്. കള്ളപ്പം കോഴിയില്ലാതെ എന്നെ ക്രിസ്മസ് അല്ലേ? അത് ശരിയാ, നല്ല കള്ളപ്പവും പോത്തിറച്ചിയൊക്കെ കൂട്ടിയ ക്രിസ്മസ് നല്ല ഗംഭീരമാണ് ആഘോഷിക്കണം. ഇവിടുത്തെ കരോൺ അടിപൊളിയാക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നത്. നമുക്ക് ആഘോഷമാക്കിയേക്കാം. ഈ തോമാത്തിന് എങ്ങാണ്ടൊന്ന് വാറ്റടിച്ച് നല്ല പരുവത്തിലാണല്ലോ ഇത്. അവന് വീട്ടിലെങ്ങാനും പോയി ഭാര്യയും പിള്ളേരുമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കത്തില്ലേ? ഞാൻ ചോദിക്കാൻ എന്നോട് ഞാൻ കാല് കുടിക്കും, വൈകിടും. ഞാനാ ചോദിക്കാൻ. അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, നമുക്ക് പോകാം. നല്ലൊരു ക്രിസ്മസ് അല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ? ഞങ്ങൾ അതുകൊണ്ട് പറഞ്ഞതാ. നീ എന്നാണ് ചെയ്യുക? നീ ഓടാവേ. അവനെ ഗുണദോഷിക്കാനൊന്നും പോകണ്ട. നമുക്ക് നമ്മുടെ പണി നോക്കി പോകാം. പോടാ പുല്ലേ, നീ വെടി പോടാ. അച്ചാച്ചൻ പടക്കം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോഴാണ് വരുന്നേ. അപ്പുറത്തെ വീട്ടിൽ എന്റെ കൂട്ടുകാരന്മാരെല്ലാം പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഉടുപ്പ് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ അച്ചാച്ചൻ പോയതല്ലേ, ഞങ്ങൾ എന്നെ ഇട്ടോണ്ട് വന്നിട്ടോളൂ. എന്നെ എന്റെ തോമാച്ച പിള്ളേർക്ക് സാധനം അരിയൊക്കെ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലേ? ഈ ക്രിസ്മസ് ആയിക്കൊണ്ട് ഈ വഴി നിൽക്കുവാണോ? എത്ര കാലമായി ഈ ദുരിതം തുടങ്ങിയിട്ട്. എന്റെ പൊന്നു മക്കളെ, ആരും ഇല്ലാത്തവർക്ക് നമുക്ക് ദൈവമുണ്ട് മക്കളെ, നമുക്ക് പോവാം. എന്റെ മക്കൾക്ക് എന്നെ വേണ്ട, എന്റെ ഭാര്യക്ക് എന്നെ വേണ്ട, എന്റെ കൂട്ടുകാർക്ക് തന്നെ. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? അങ്ങ് ചത്ത് കളഞ്ഞേക്കാം.
കരോട് കടന്നു പോയണോ നമ്മൾ താമസിച്ചു. വാ, നമുക്ക് പെട്ടെന്നില്ല നമുക്ക് അതിനൊപ്പം എത്താൻ പറ്റും. വാ. നിങ്ങളൊന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറി. ഇവൻ മുമ്പേ ഭയങ്കര പൂസായിട്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ. ഇവന് തന്നെ പറ്റി? അവന്റെ കള്ളല്ല ഇറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ കള്ളുകൂടി എല്ലാം നിർത്തി. എന്റെ ഈശോ എന്നെ തൊട്ടു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങളോട് വളരെ മോശമായിട്ട് ഞാൻ പെരുമാറി. അതൊന്നും വേണ്ട. ഞങ്ങൾ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. നീ വീട്ടിലോട്ട് ഇല്ല, അവർ നിന്നെ കാത്തിരിക്കുക. ചെല്ല. അച്ചാച്ചൻ, നമ്മുടെ വീട്ടിലൊരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ ഇഷ്ടംപോലെ പടക്കങ്ങൾ കൊണ്ടുവന്നു. ദേ നോക്കി, ഞങ്ങൾക്ക് ഉടുപ്പും കണ്ടു, എനിക്ക് കേക്കും തന്നു. അതെന്നെ, വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനം കൊണ്ടു തന്നു. ആരാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല, അപ്പോഴേ തിരിച്ചും പോയെന്നെ. മക്കളെ, അത് ചേട്ടനില്ലല്ലോ കേട്ടോ, അത് ഈശോയാ. ഞാനും കണ്ടു, എന്നെ തൊട്ട് ഈശോ. ഞാൻ ഇനി ഒരിക്കലും കള്ളു കുടിക്കില്ല. നിങ്ങളോട് വഴക്കോട്ടെ. നമുക്ക് എല്ലാവർക്കും ഇന്നൊന്നിച്ച് രാത്രി പള്ളി പോകാം കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് പോകാം. അതെ, ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മുടെ വീട്ടിലെ ഉണ്ണീശോ പിറന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത ഈശോനാഥൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമുക്ക് അവനെ ആരാധിക്കാം. ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി.